സുഹൃത്തുക്കളെ, ഈ നിൽക്കുന്നതിന്റെ പേരാണ് കട്ടിൽമാടം. അതായത് നമ്മളെ ഗുരുവായൂർ പട്ടാമ്പി വഴി റോഡ് മാർഗം പോയവർക്ക് കൂട്ടുപാത എന്നൊരു ജംഗ്ഷൻ കഴിഞ്ഞൊരിടത്ത് ഏതാണ്ട് തകർന്നു കിടക്കുന്ന ഒരു ശിലാനിർമ്മിത ശ്രീകോവിലിന്റെ അവശിഷ്ടം കാണുന്നതാണ്. ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇതാണ് കട്ടിൽമാടം എന്നറിയപ്പെടുന്ന പുരാതന അത്ഭുത അവശേഷിപ്പ്. പണി തീരാതെ ഉപേക്ഷിച്ച ഒരു ജൈന ക്ഷേത്രത്തിന്റെ ഭാഗം ആണ് എന്നൊരു കേൾവിയുണ്ട്. അതല്ലാതെ പട്ടാമ്പി തളി ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം ദേവന്മാർ അല്ലെങ്കിൽ ഈ ചെകുത്താന്മാർ നിർമ്മിച്ചതാണെന്ന് പറയുന്നുണ്ട്. അവര് അത് ആകാശമാർഗേണ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് നേരം വെളുത്തുപോയെന്നും നേരം വെളുത്തപ്പോൾ അത് അവിടെ ഉപേക്ഷിച്ച് പോയതാണെന്നും ഒരു പഴങ്കഥകൾ ഇവിടെ കേൾവിയുണ്ട് കേട്ടോ. പട്ടാമ്പിയിലെ തളി ക്ഷേത്രത്തിലേക്ക് സന്ദർശിച്ചവർക്ക് ഇത് ശരിവെക്കാനാവും. കാരണം ഇത് കട്ടിൽമാടത്തിന്റെ അതേപോലത്തെ ഒരു ചുമരും കാര്യങ്ങളുള്ള ഒരു 10 അടിയോളം ഉയരത്തിലുള്ള ഇതേ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അമ്പലത്തിന്റെ ഒരു അടിഭാഗം ഉണ്ടല്ലോ, ആ ഒരു ചുമരു ഭാഗം ഇതിന്റെ ബാക്കി ഭാഗം ആ അമ്പലത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ മേൽക്കൂര തോന്നുന്ന രീതിയിലുള്ളതാണ് ഇത് അതിന്റെ മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാലാണ് ആ അമ്പലം പൂർണ്ണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിന്റെ മുകൾ ഭാഗം ഇപ്പൊ ഇത് ഇവിടെ ഇരിക്കണു, അതിന്റെ മുകൾ ഭാഗമായിട്ടുള്ള ആ ഭാഗം ഇപ്പൊ അവര് കല്ലും അതുപോലെ വെട്ടുകല്ല് അതുപോലെ ഇതൊക്കെ വെച്ചിട്ട് ഓട് വെച്ചിട്ട് മേഞ്ഞിട്ടാണ് അത് പൂർണ്ണത വരുത്തിയിറക്കണത്. അത് പോയി കണ്ടിട്ടുള്ള ആൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. 9-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദങ്ങളിലോ 10-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടങ്ങളിലോ ആണ് ഇത് നിർമ്മിച്ചതെന്നും പുരാവസ്തു വകുപ്പ് പറയുന്നു. അപ്പൊ ഇതുവഴി പോകുമ്പോൾ നമ്മുടെ കട്ടിൽമാടം കാണാൻ മറക്കരുത്.